ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കോ ഫ്രഷ് ക്രീമോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ബിഗിനേഴ്സിന് വരെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ 3 പഴുത്ത മാങ്ങ ചെറുതായി ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയായിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ക്യൂബ്സ് ആക്കിയിട്ടുള്ള മാങ്ങ ഇനി ഞാനൊരു 6-7 മണിക്കൂർ നേരത്തേക്ക് ഡീപ്പ് ഫ്രീസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫ്രീസറിൻ്റെ മുകളിൽ ഒരു ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുക. ഞാൻ തലേ ദിവസം രാത്രിയായിരുന്നു ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല പിറ്റേ ദിവസം എടുത്തപ്പോൾ നല്ല കട്ടിയായിട്ട് നല്ലപോലെ ഹാർഡായി വന്നിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് ഞാൻ തിളപ്പിച്ചാറി ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ടുള്ള പാലാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മധുരം ഒരു സ്വല്പം കൂടി നിൽക്കണം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ പൊടിച്ച ഏലക്ക ആയാലും മതി. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ക്രീം പരുവത്തിലാവുന്നത് വരെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അത് വിപ്പ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് അടിച്ച് പോകരുത്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന് കേടാണ്. കാരണം മാങ്ങ നല്ല ഫ്രീസാക്കി എടുത്ത് വെച്ചിട്ടുള്ളതായതുകൊണ്ട്. അപ്പം ഞാനിത് അവിടെ നന്നായിട്ട് നമ്മുടെ മാംഗോ ഐസ്ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ക്രീം പരുവത്തിൽ ആക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു സാധാ ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. മിക്സ് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. നിങ്ങളുടെ അടുത്ത് സാധാ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണേലും മതി, നല്ല അടച്ചുറപ്പുള്ള പാത്രം വെച്ചിട്ട് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് കട്ട പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ബ്ലെൻഡിങ്ങിലാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു ടെക്സ്ചറും കിട്ടുന്നത്. ഞാനിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ആ പാത്രത്തിൽ തന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രീസ് ചെയ്യാം. ഓവർനൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഞാനിവിടെ ഡീപ്പ് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. ബിഗിനേഴ്സിനും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ, കുഞ്ഞു കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്